ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഷിംലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡോൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡെക്കറേഷനാണ്. ഡോൾ ഇല്ലാതെ ഡോൾ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡോൾ കേക്കിൻ്റെ ഞാൻ കുറേ കളേഴ്സിലുള്ളത് ഇതുപോലത്തെ ഡോൾ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പിക്ക് കാണുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡെക്കറേഷൻ മാത്രമായിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ആക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡെക്കറേഷന് മാത്രമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോൾ കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോൾ യൂസ് ചെയ്യുന്നില്ല ഈ ഒരു ഡോൾ കേക്കിൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡോൾ ഇല്ലാത്ത ഡോൾ കേക്ക് നമുക്ക് കുട്ടികളുടെ ഫേവറേറ്റ് ഒക്കെ ആയിട്ടുള്ള ഡോൾ കേക്ക് നമുക്ക് ഡോൾ ഇല്ലാതെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല കാണാനും ഭംഗിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡോൾ കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കുക. ഞാൻ ഒരുപാട് കേക്ക് റെസിപ്പീസും കേക്ക് ഡെക്കറേഷൻസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് പറയട്ടെ, എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ജലദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂക്കടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക, ക്ഷമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്തിട്ടുള്ള 1 kg കേക്ക് ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ പാനിലാണ്. 8 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്ത കേക്കായാലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലത്തെ ഡോൾ കേക്ക് ചെയ്യുമ്പോൾ കുറച്ച് വീതിയുള്ള കേക്ക് എടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മൾ 6 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്ത പോലത്തെ ഹൈറ്റുള്ള കേക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിത് ക്രീമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഷാർപ്പ് എഡ്ജ് വരുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് റെസിപ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വാനില സ്പോഞ്ചായിട്ടും വൈറ്റ് ഫോറസ്റ്റ് കേക്കായിട്ടും സ്ട്രോബെറി ഫോറസ്റ്റ് കേക്കായിട്ടും ട്രഫിൾ കേക്കായിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 7 ഇഞ്ച് 8 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്തത്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോളൂ കേട്ടോ. അതിൽ ലിങ്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഷാർപ്പ് എഡ്ജ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജ് വരുത്തുക എന്നൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെറുതെ കാണിച്ചിട്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഷാർപ്പ് എഡ്ജ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് നൈസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ള കളർ എന്ന് പറയുന്നത് ബർഗൻഡിയും അതുപോലെ തന്നെ സൂപ്പർ റെഡ് കളറും ഒരേ റേഷ്യോയിൽ എടുത്തതാണ്. അപ്പോൾ ബർഗൻഡി കളറും സൂപ്പർ റെഡ് കളറും ടൈഗറിൻ്റെ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഷെഫ് മാസ്റ്ററിൻ്റെ എടുക്കുക. രണ്ടും നല്ല ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ക്രീമിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നോസിൽ എന്ന് പറയുന്നത് ഈ ഒരു നോസിലാണ്, ഞാനിപ്പോൾ കാണിച്ചു തന്നല്ലോ, ഓപ്പൺ സ്റ്റാർ നോസിലാണ്. ഇത് ഞാൻ പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പൺ സ്റ്റാർ നോസിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി വൃത്തിക്ക് കിട്ടും. നോസിൽ മറ്റേ N1 നോസിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാണ് നമ്മുടെ ഡോൾ കേട്ടോ. ഡോൾ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഇതെന്ത് സാധനമാണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂസ് ആയിട്ടുണ്ടാവും. ഇത് പ്രിൻ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫ്ലെക്സ് പ്രിൻ്റൊക്കെ ചെയ്യിപ്പിക്കുന്ന നമ്മുടെ വിവാഹ കത്തും ഒക്കെ അടിക്കുന്ന അങ്ങനത്തെ ഷോപ്പില്ലേ, അവിടെ പോയിട്ട് നമ്മൾ ഗൂഗിളിൽ നിന്ന് പിക്ക് എടുത്ത് കൊടുത്താൽ അവർ നമുക്ക് ആ ഒരു പിക്ചർ പ്രിൻ്റ് ചെയ്ത് തരും. നല്ലൊരു കട്ടിയുള്ള ഷീറ്റിൽ പ്രിൻ്റ് ചെയ്ത് തരും. അപ്പോൾ ഇത് എഡിബിളൊന്നുമല്ല, എഡിബിൾ അല്ലാത്ത പ്രിൻ്റാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കേക്കിൻ്റെ പുറത്തോട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിലവും നമുക്ക് കുറഞ്ഞു കിട്ടും, അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഡോൾ കേക്കിൻ്റെ ഡോളിനൊക്കെ 100, 110 അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചിലവ് കുറച്ചിട്ട് ഡോൾ കേക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. കാണാനും നല്ല ഭംഗിയാണ്, പണിയും എളുപ്പമാണ്, അതുപോലെ തന്നെ ചിലവും കുറഞ്ഞു കിട്ടും. അപ്പോൾ എല്ലായിടത്തും എല്ലാ ടൗണിലും ഇപ്പോൾ പ്രിൻ്റിൻ്റെ ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഗൂഗിളിൽ നിന്നോ മറ്റോ പിക്ക് എടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ പ്രിൻ്റ് എടുപ്പിച്ചിട്ട് കൊണ്ടുവന്നാൽ മതി. ഒരു ഷീറ്റിൽ നമുക്ക് ഒരുപാട് പ്രിൻ്റ് എടുക്കാൻ പറ്റും കേട്ടോ. ഒരു ഷീറ്റിന് 40-50 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു ടെക്നിക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇങ്ങനെ കേക്കിൽ വെച്ച് കൊടുക്കുക, ഒരു സൈഡിലോട്ടായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി വരുന്ന സ്ഥലത്ത് ഇതുപോലെ നമുക്ക് ഫ്രോക്ക് വരച്ച് കൊടുക്കാം. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു നടുഭാഗം വരുന്ന സ്ഥലം മുതൽ ഞാൻ ഫ്രോക്ക് വരച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ സ്റ്റാർ നോസിൽ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രില്ല് പോലെ വേണമെന്നുണ്ടെങ്കിൽ റോസ് വരക്കുന്ന നോസിലൊക്കെ വരച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്തുകയൊക്കെ ചെയ്യാം. പിന്നെ കുറച്ചും കൂടി ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് സ്റ്റാർ നോസിൽ ചെയ്യുന്നതാണ്. ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഫിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡോൾ കേക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഫൈനലായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ ലാസ്റ്റ് ഞാൻ ഇതുപോലത്തെ ഡോൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പിക്സ് കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റെഫറൻസ് പിക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഇതുപോലത്തെ ഡോള് നിങ്ങൾക്ക് പിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഡോൾ എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അവിടെ നിന്ന് പിക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് നിങ്ങൾ മറ്റേ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അതേ നമ്മുടെ ഡോളിന് ഇതുപോലെ ഫ്രോക്കൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർഫ്ലൈസ് പ്രിൻറ്റ് ചെയ്തെടുപ്പിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഡോൾ എടുത്ത പോലെ തന്നെ ഒരു ഷീറ്റിൽ ഫുള്ള് ബട്ടർഫ്ലൈസും കൂടി പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് പറയുന്ന കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടർഫ്ലൈയുടെ തീമുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ബട്ടർഫ്ലൈ ഇൻക്ലൂഡ് ആക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ ബട്ടർഫ്ലൈ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മിനിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിൽക്കി നട്ട്സ് കേക്കിൻ്റെ വീഡിയോ. അപ്പോൾ അതിൽ ഒരുപാട് പേര് കട്ട് ചെയ്ത് കാണിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിതിൽ അധികവും കാണിക്കുന്നത് ഓർഡർ കേക്കാണ്. അപ്പോൾ ഓർഡർ നമുക്ക് പലതരത്തിലുള്ളത് വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് വീട്ടിൽ എപ്പോഴും കഴിക്കാനായിട്ട് എപ്പോഴും കേക്ക് ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓർഡർ കേക്ക് നമുക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെ മാക്സിമം ചെയ്യാൻ നോക്കാം. റെസിപ്പി ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡെക്കറേഷൻ അല്ലേ, മെയിനായിട്ട് ഞാൻ അധികവും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ബട്ടർഫ്ലൈ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് അട്രാക്റ്റീവായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് ഡെക്കറേഷൻ എന്ന് പറയുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡോൾ കേക്കാണ്. ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഡോൾ ഇല്ലെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കുട്ടികളുടെ ഫേവറേറ്റ് ഒക്കെ ആയിട്ടുള്ള ഡോൾ കേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡോൾ കേക്ക് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കേക്ക് റെസിപ്പീസും അതുപോലെ തന്നെ മറ്റു റെസിപ്പീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാണുക, കണ്ട അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.